ഹലോ, വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ഒരു ഗെയിമാണ്. ഈ ഗെയിമിന്റെ പേരാണ് സില്ലി റോയൽ. ഓക്കെ, അപ്പോൾ സില്ലി റോയലിന്റെ കഴിഞ്ഞ എപ്പിസോഡും കാര്യങ്ങളും നിങ്ങൾ കണ്ടാണ്. കൂടെ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സില്ലി റോയലിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റും കൊണ്ടാണ്. ഇപ്പോൾ ഇത്തിരി കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കിയിരിക്കുകയാണ് സില്ലി റോയൽ. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലോട്ട് വരുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, അതിന്റെ ലോബിയും കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കളർഫുൾ ലോബിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു കാർട്ടൂണിഷ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു സ്ട്രീമർ ഫ്രണ്ട്ലി, അതായത് നിങ്ങൾക്ക് കൂടെ ഇത്തിരി കൂടെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ സില്ലി റോയലിൻ്റെ ഈ ഒരു മെയിൻ ലോബി തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം, സില്ലി റോയൽ ഇത്തിരി കൂടെ എന്താ പറയുക, ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴിത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറിലും ഒരു കോമ്പിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് നേരത്തെ ഓരോ കാര്യങ്ങളും എടുക്കുകയാണെങ്കിലും അത് കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഷോപ്പ് ഏരിയ എടുത്താൽ തന്നെ കണ്ടോ, നല്ല ഒരു ഡിസൈനിലാണ് അവർ ഓരോന്നും ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അനിമേഷൻ ആയാലും ഒരു കാർട്ടൂൺ എഫക്റ്റാണ് ഇപ്പോൾ അവരെല്ലാത്തിലും തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ലോബിയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് കയറാം. ഗെയിമിൽ കയറിയിട്ട് ബാക്കി ഗെയിമിൻ്റെ വിശേഷങ്ങളും കൂടെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. ഞാൻ പ്ലേ കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഇന്ന് കളിക്കാൻ പോകുന്നത് റാൻഡം ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് കില്ലാടി കുട്ടികളുണ്ട്. അതാരാ റാൻഡം? പോയാ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ഒരു കാട്ടം ഉണ്ട് ഗൈസ്, ഒരു കാട്ടം ഉണ്ട്, അറിയാലോ, പറയണ്ടല്ലോ. യെസ്. അപ്പൊ അതേപോലെ തന്നെ കുറച്ച് ചുണ കുട്ടികളും കൂടെ നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സില്ലി റോയൽ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഹോസ്റ്റ് ചെയ്യട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ചു മുമ്പ് ഈ ഒരു ഇന്റർഫേസ് കണ്ടിട്ട് വേറെ ഏതോ പഴയ ഇന്റർഫേസ് എടുത്തിട്ട് അവൻ ഇവിടെ ചാർത്തേന്ന് അറിയോ? എന്നിട്ട് പറയാ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ലുക്കൊക്കെ, എന്തൊക്കെ തള്ളേന്നറിയോ? My God, sentimental and psychological move. നഗ്നമായിട്ടുള്ള മറ്റൊരു സത്യം. നഗ്നമായിട്ടുള്ള മറ്റൊരു സത്യം. ആ ലെവലിൽ അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇവൻ ജോയിൻ ആവണില്ല, ഒന്നും ആവണില്ല. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് എന്താ അറിയോ? ആ പഴയ ലോബിയിൽ ഇരുന്നിട്ട് ലോസ്റ്റ് കണക്ഷനോ എന്തുവാ? ഇന്നത്തെ ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ഇപ്പൊ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. യെസ്, 8 പേർക്കായിട്ട് ഞാനൊരു കില്ലാടി ചലഞ്ച് തരാം. നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ. നീ ഹൈഡൻസിക്ക് കാണുന്നുണ്ടോ അവിടെ? ഹൈഡൻസിക്ക് കാണുന്നുണ്ടോ? എടാ, ഞാൻ ചലഞ്ച് എന്ന് പറഞ്ഞോട്ടെ, നീ എന്താണ് ഇങ്ങനെ കൊച്ചുള്ളവരെ? ആദ്യം നീ മാപ്പ് മാറ്റേ. ഇനി അടുത്ത മണ്ടത്തരം കാട്ടുന്ന മുമ്പ് അതൊരു പ്രിക്കോഷൻ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങള് പണ്ട് ഭയങ്കര കിട്ടിയ എന്റെ പൊന്നറാന്റെ എന്നെ കൂടെ കൊണ്ട് തുലക്കല്ലേടാ. ഹൈഡ് ആൻഡ് സീക്കിലോട്ട് പോവുകയാണെങ്കിൽ ഹൈഡ് ആൻഡ് സീക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിൽ 2 സെക്ഷൻ ആയിട്ടാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത്. ഒന്ന് ഗെയിം മോഡ് സെക്ഷൻ, ഒന്ന് ഇവന്റ് സെക്ഷൻ. ഇവന്റ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അന്നുള്ള ഇവന്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ വരുന്നതാണ്. ഇപ്പൊ നമുക്ക് 2 ഇവന്റ് കിടപ്പുണ്ട്. ജയിൽ ബ്രേക്കിന്റെ ഇവന്റും സ്ക്വിഡ് ഐലൻഡും. നമുക്ക് സ്ക്വിഡ് ഐലൻഡ് പോവാം. സ്ക്വിഡ് ഗെയിം കളിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ചെന്ന് കയറിയത് സില്ലി റോയലിന്റെ അകത്തായിരുന്നു. അപ്പൊ ദാ കിടക്കുന്നത് സ്ക്വിഡ് ഐലൻഡ്. പക്ഷെ ഇതിന് പൈസ കൊടുക്കണമെന്ന്. 50 രൂപ. പിന്നെ 50 രൂപ കൊടുത്താലേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. നീ 50 രൂപ എന്ന് പറയുന്ന സാധനം എന്താ പറഞ്ഞ സാധനം എന്റെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നാ ജോയിൻ ചെയ്യും. എന്റെ അടുത്ത് എനിക്ക് പിന്നെ ലക്ഷങ്ങളും കോടികളും എന്റെ കയ്യിലുള്ളത്. ഞാൻ 2000 കോടിയാണ് ഇട്ട് കൊടുക്കും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, ഇങ്ങനെയാണെങ്കിൽ ഇവനെ മിക്കവാറും ഞാൻ അവിടെ ചെന്നിട്ട് കോടി മുണ്ട് പുതപ്പിക്കും. യു അണ്ടർസ്റ്റുഡ്? ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ ലോക്കൽ ഓഫ് ദി പീപ്പിൾ. അത്രേ ഉള്ളൂ. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം. ജയിക്കുകയാണെങ്കിൽ റാൻഡം മലപ്പുറം ജംഗ്ഷനിൽ കൂടി നഗ്നനായിട്ട് ഓടും. എങ്ങനെയുണ്ട്? റാൻഡമേ നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോ, ഒരു ചലഞ്ച് ഒരാള് തരുമ്പോ ടാസ്ക് അങ്ങനെ ചെയ്യുമെങ്കിൽ ഇന്നിവിടെ വിപ്ലവം നടക്കും, കടപ്പുറവും കുത്തിപ്പിടിച്ചു വാങ്ങും.
Okay, പെട്ടെന്ന് I am back. കളിച്ചാൽ പെട്ടെന്ന് ജയിച്ചാൽ അടുത്ത കളിക്ക് നമുക്ക് ജയിക്കാം. Are you serious? ആരോ ബസർ അടിച്ച് ആരട്ടാ ബസർ അടിക്കുന്നത്? ചുമ്മാ ബസർ അടിക്കുന്നത്. ബസർ ഗാഡ് വിന്നോ? ഫസ്റ്റ് പിന്നെ മാർബിൾസ് എടുത്തോ, മാർബിൾസ് എല്ലാരും ജീവി മാർബിൾസ് എടുക്ക്. നോ ഗ്ലാസ്. നോ മാർബിൾസ് എല്ലാരും മാർബിൾസ് റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ്. ടഗ് ഓഫ് വാർ ടഗ് ഓഫ് വാർ. ടോൺ 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 ടോയ്. റാൻഡമേ ടഗ് ഓഫ് വാർ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഈസിയാണ്. ടഗ് ഓഫ് വാർ എന്ന് പറയുമ്പോ ഭയങ്കര ഈസിയാണ്. യുനോ. അയ്യോ എടാ ഇത് കുത്തിക്കൊണ്ടിരിക്കണോ? കുത്തിക്കൊണ്ടിരിക്കും മക്കള്, കുത്തിക്കൊണ്ടിരിക്കും. അയ്യോ ഇത് കുത്തണം. ഇതെന്തോ പറയുന്ന സാധനം ഭയങ്കര ഈസിയാണ്. എടാ ഈ മൊബൈല് കളിക്കുന്നമാര് പ്രാന്തന്മാര്. അയ്യോ മൗസ് കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുക. അയ്യോ വലിയടാ കളി തോറ്റ് പേടിക്കണ്ട മോഞ്ചി. വലിക്കടാ മൊബൈല് കളിക്കുന്നമാരെ വൃത്തിയേട്ടന്മാരെ. അയ്യോ വണ്ടർഫുൾ ഗൈസ്, വണ്ടർഫുൾ. ജീവിന്റെ ആദ്യത്തേത് അങ്ങ് മൂഞ്ചി. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോൾ എനിക്ക് തൃപ്തിയായില്ലടാ. ജീവി നിന്നെ കൊണ്ട് ഒന്ന് ഉപകാരടാ, സത്യം ചോദിക്കുക. ജീവി നിന്നോട് പറഞ്ഞ നിന്നെ കൊണ്ട് ഒന്ന് ഉപകാരം, സത്യം പറഞ്ഞോ? കേൾക്കുന്നില്ല. ഞാൻ അവിടെ എന്തോ സാധനം ഇവനെ അടിച്ചു കൊല്ലാൻ പറ്റുമോടെ? പോയിട്ട് ടാസ്ക് ചേട്ടാ അടിച്ചു കൊല്ലണോ? എടാ വൃത്തിയായിട്ട് ഇവിടെ തന്നെ വരണം. ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യണ്ട. നീ എന്താ പറയുന്നത്? അപ്പുറത്ത് പോടാ, ഇപ്പുറത്ത് വരാതെ. നീ എന്ത് പറയാടാ ജീവി? ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നോട് പോയി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞടാ. മക്കള് പോയി തറത്തെ കളിക്ക് വേഗം. ഇവനെ കൊണ്ട് വെറും ടാസ്ക് ആണല്ലോ ഇവൻ. ടാസ്ക് അടുത്തത് എവിടെയാണ്? അയ്യോ ഇത് അടഞ്ഞ പറയാടാ. അങ്ങനെയാണോ? ഇപ്പൊ നോക്കിക്കോ, ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാക്കി. ഞാൻ പോയിട്ട് സാമ്പാർ കളിക്കിട്ട് വരാം. അല്ല പിന്നെ ഇനി അതെങ്കിലും നടക്കട്ടോ. അയ്യോ കംപ്ലീറ്റ് ചെയ്താലേ ബസർ കൂത്താൻ പറ്റൂ. അല്ല പിന്നെ നിന്നെ കൂടെ ഒരു ഉപകാരം ഇല്ലല്ലോ, 5 ഉപകാരം ഇല്ല. മാണ്ട നീ അസറഫേ എന്ന് പറഞ്ഞ് കളിച്ചോ, അല്ല വേറെ വകുപ്പില്ല. അതെ ഇതൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുള്ളേ. ചില്ലി രണ്ടാമത്തത് ഇപ്രാവശ്യം മാർബിൾസ് എടുക്കാം. മാർബിൾസ് ആണ് പൊളി. മാർബിൾ റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ്. നമുക്ക് എടുക്കാൻ പറ്റില്ല. സില്ലിക്കാര് 3 പേരുണ്ട്. ക്ലാഷ് വൈറ്റ് അവര് 3 പേരാണ്. അവര് 3 പേരും കൂടി ഏതെടുക്കാൻ പോണം. സിമ്പിളടാ. നമ്മള് റെഡ് ലൈറ്റ് വരുമ്പോ നീക്കണം, ബ്ലൂ ലൈറ്റ് വരുമ്പോ പൊക്കണം. ബ്ലൂ ലൈറ്റാ ഗ്രീൻ ലൈറ്റ് അല്ലടാ, മറ്റേ വയലറ്റ് ലൈറ്റടാ. ഇല്ല പിന്നെ ബ്ലൂ ലൈറ്റ്. അയ്യോ ജിബി എന്താടാ അതിനകത്ത്? അമ്മേ ഷോക്ക് അടിച്ചു. അടിക്ക വേണേ നാട്ടുകാരെ അല്ലാതെ മാറോക്കിയോ? എന്താ ഹിന്ദിയില്? ഇത് ഇന്ത്യൻ ഗെയിം ആയിരുന്നട്ടാ. ഞാനിപ്പോ പറഞ്ഞത് കേട്ടാ. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എന്തോടെ റാനവേ കുത്തിക്കൊണ്ടിരിക്കുന്നത്? കളി തോറ്റു മൂഞ്ചി. ഇല്ല അയ്യോ ഇല്ല. ഒരു കളിയും കൂടെ ഉണ്ട്. ഒരു കിരീടം ഞങ്ങൾക്ക് തരും. എന്താണ് ജീവി നന്നായി കൂടെ കളിക്കാൻ അറിയെങ്കില് പോയി അൺഇൻസ്റ്റാൾ. ഇനി 2 ചാൻസ് നിനക്ക്, 2 ചാൻസ്. മറച്ചിലിട്ട് കഴിഞ്ഞാൽ മകൻ മറച്ചണക്കാണ്. ഞാൻ മറച്ചല്ലോ. അവനും എന്റെ ടീമിനകത്താണുള്ളത്. ജീവി ഈ പ്രാവശ്യം നീ എന്റെ ടീമിൽ വന്നാലേ എന്റെ കജ്ജും കാലും മുട്ടിക്കും. കൊള്ളാം. കജ്ജുകാലോ? കജ്ജും കാലും. കജ്ജാ കയ്യ്. ഞാൻ ജോയിൻ ചെയ്യണോടാ? ജോയിൻ ചെയ്തില്ലേ? ഇല്ല ഞാൻ ഈ ഇന്റർഫേസും കണ്ടോണ്ടിരുന്നു. നല്ല രസമുണ്ട്. ഇറങ്ങി വാ എല്ലാരും ഇറങ്ങും. ഇവനെ ഞാൻ കടുവായെ കിടുവ പിടിക്കുന്നേ മരയോന്തിന് ചായം പൂശുന്നേ. കടുവായെ കിടുവ പിടിക്കുന്നേ അമ്പമ്പോ മരയോന്തിന് ചായം പൂശുന്നേ. അയ്യേ
കമോൺ കമോൺ പേടി ടീമിൽ എന്തിനാണ് വരുന്നത്? എന്ത് ഞാനും അതാണ് ആലോചിക്കുന്നത്. ഈ ദുരന്തത്തിനേക്ക് ആരുടെ പിടിച്ച് എന്റെ ടീമിലാക്കിയത്? ജാതി കാട്ടം റാൻഡം. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. ടാസ്ക് എന്ന് പറയുമ്പോ ഈ ടാസ്ക് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് റാൻഡമേ. ഈ ക്രാക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോ ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് കണ്ടോ? ഞാൻ കണ്ടുപിടിച്ചു തീർത്ത്. പോര് പോയി ബസ് അടിക്കടാ, പോയി ബസ് അടിക്ക്. ബസ്സർ ഒരെണ്ണം കൂടെ കളക്ട് ചെയ്യാൻ റാൻഡമേ. അല്ല കളിച്ചണ്ട, ബസ് അടിക്ക് പോയി ബസ് അടിക്കടാ. ബസ്സർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. എന്നാ എതിർ ടീം കേറിയിട്ട് റെഡ് ടീം ബസ് അടിച്ചു. എന്റെ പൊന്നോ, ടീം സില്ലി ബസ് അടിച്ചു. നമുക്ക് മാർബിൾസ് ഈസി കേട്ടോ, മാർബിൾസ് ആണ് ഈസി കേട്ടോ. പറയണ്ട് മാർബിൾസ് ഈസി. മാർബിൾസ് എന്റെ കയ്യിൽ 2 ഉണ്ടയുണ്ട്. ഞാനും എന്താ നിരയാ ഇതെന്താ ചെയ്യണ്ടേ? ഇതാ ഉണ്ട എറിയ. ഓ കിട്ടി പച്ച. ഞാൻ പച്ചയില് എനിക്ക് കിട്ടിയില്ല, എന്റെ വെളിയിൽ പോയി. ഓ ഇത്രേ ഉള്ളൂ. ഉണ്ട എറിഞ്ഞ് അങ്ങ് വെളി കളയണം, അത്രേ ഉള്ളൂ. പച്ച ചേർത്തണം, അതാണ് പച്ചേന്റെ ഉള്ളില്. ഓക്കെ എന്റെ ഉള്ളവൻ AFK ആണ്, അപ്പൊ അവന്റെ പോയി. അവന്റെ വെളിയിൽ പോയി. ഞാൻ ജയിച്ചു ഫസ്റ്റ് റൗണ്ട്, ഞാൻ ജയിച്ചു. സെക്കൻഡ് റൗണ്ട് റാൻഡമൈസ്ഡ് ഓൺ ദി സെക്കൻഡ് റൗണ്ട്. കമോൺ. അയ്യോ ശശിയാണ് എന്റെ പറമ്പിൽ പോയല്ലോ അത്. അയ്യോ പറമ്പ് പോയി, പറമ്പിന്റെ അപ്പുറത്ത് പോയി. ഞാൻ പറഞ്ഞ ആ ഒരു അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തില്ല. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഞാൻ ഔട്ടായി. വെളിയിൽ പോവരുത്. എടീ ഞാൻ അറിയുമ്പോ മാത്രം വെളിയിൽ പോകുന്നത് എന്തൊരു കഷ്ടമാണിത്. എങ്ങനെ ഇരിക്കണം? ജിബി നീ തോറ്റു കഴിഞ്ഞാൽ ലാസ്റ്റ് റൗണ്ട് ജയിക്കണം. ജിബി ലാസ്റ്റ് റൗണ്ട് ആയിരുന്നു സത്യം പറഞ്ഞത്. ഓക്കെ ഐ ആം ദ വിന്നർ. ഞാൻ ജയിച്ചു. നീ ജയിച്ചാ? ഞാൻ ജയിച്ചതിന് തെളിവെന്താ? ഞാൻ ജയിച്ചതിന് തെളിവ് എന്റെ ഉണ്ട് തെളിവ്. മാരാരിക്കുന്ന തട്ട് താണ് തന്നെ. മാർബിൾസ് സ്റ്റാർ കളിക്കണം. സ്റ്റാർ കളക്ട് ഞാൻ ഞെക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വെറും സ്പാമർ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ജയിച്ചു കളി. കപ്പെടുത്തു. ഞാൻ തന്നെ ഞെക്കി കണ്ട. ഇതാണ് ദാറ്റ്സ് ഐ ആം ടോക്കിംഗ് അബൌട്ട്. അതായത് നമ്മള് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ എല്ലാരും ജയിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞ ടാസ്ക് റാൻഡം ചെയ്യണം. മലപ്പുറം അങ്ങാടി കൂടെ നാളെ നഗ്നനായി ഓടണം. ശരിടാ. നീ അതിനെക്കാട്ടി നീ ഒരു കാലത്ത് തോറ്റു. ഒരു കളി ഞാൻ ജയിച്ചു, അത്രേ ഉള്ളൂ. കഴിഞ്ഞ കളി തോറ്റില്ല നീ കാരണം. അപ്പൊ അതിന് നീ ചെയ്യണ വെച്ചാല് വീട്ടിലിപ്പോ ഒരു മുളക് എടുത്ത് നല്ല കടും എരിവുള്ള മുളക് എടുത്തിട്ട് വാ. സോറി, മുളകില്ല. നീ എന്താ പറയാ, നീ എന്നിട്ട് ഷൂവിന്റെ സോക്സ് ഉണ്ടാ? ആ സോക്സ് ഞാൻ ഷൂ ഇടാറില്ല. അങ്ങനെയാണോ? നീ അങ്ങനാണോ? വീട്ടില് ചില്ലി പൗഡർ ഉണ്ടോ? ഇല്ല. കുരുമുളക് പൊടി ഇല്ല. കുരുമുളകിന് ഒടുക്കത്തെ വിലയുണ്ട് റാൻഡമേ. അത് കുഴപ്പമില്ല. കുരുമുളക് വയലോട്ട് കുരുമുളക് വയലോട്ട് ഇല്ല. കുരുമുളകിന് ഒടുക്കത്തെ വിലയാണ്. പെപ്പർ പൗഡർ എന്നൊക്കെ പറയുമ്പോ കിലോയ്ക്ക് 100 രൂപ. നിനക്ക് നീ ഇത് വാഴയാണ്. പൊക്ക ഞാൻ പോവാണ്. ഓക്കെ ബൈ ഗൈസ്.